ഗൈസ്, അപ്പോൾ ഒരു ഡുവോസ് സ്ക്വാഡ് മാച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൈതട്ടിയാണ് ഡുവോസ് സ്ക്വാഡ് ഇട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഗൈസ്, അപ്പോൾ എൻ്റെ കൂടെ കളിക്കാനായിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട്, ടീം മെൻവിസാടാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല, നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കണ്ണടപ്പുണ്ട് ഗൈസ്. കാറാണ് കിട്ടിയേക്കണത് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയ എനിമിയൊന്നും ഇല്ല. സ്ഥലത്തിൻ്റെ പേരെന്താണ്ട് ബ്രോ? പിന്നെ ഗൈസ്, അപ്പോൾ ഇവിടെ വലുതായിട്ട് എനിമിയൊന്നും ഇല്ല. വേറെ സ്ഥലത്തോട്ടൊക്കെ പോകണം ഗൈസ്. അപ്പം നമുക്കപ്പോൾ ടോക്കണൊക്കെ കളക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ടോക്കണും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൂട്ട് സെറ്റ് ഉടനെ തന്നെ നമ്മൾ ഹിറ്റ് ലിസ്റ്റ് ഇടാമെന്നാണ് ബ്രൂ പറഞ്ഞേക്കണേ. ഹിറ്റ് ലിസ്റ്റൊക്കെ ഇട്ടു. അപ്പോൾ അത് എനിമീനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അറ്റത്താണ് എനിമി. അപ്പോൾ ഞാൻ സ്കോപ്പ് ഇട്ടടിക്കാനാണ് എൻ്റെ പരിപാടി ഗൈസ്. അപ്പോൾ അതേ ബ്രൂ കില്ല് കുമ്മി ഗൈസ്, എന്ത് പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ആ എനിമിയുടെ ലൂട്ട് എടുക്കാൻ പോയപ്പോഴാണ് സൈഡിൽ വേറെ ഒരു എനിമിയും കൂടി അവിടെ തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ സ്കോപ്പ് ഇട്ടടിക്കണേന്ന്. പക്ഷെ അവൻ താഴത്തോട്ട് ആടിയിട്ട് പിന്നെ അവനെ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ചാടി പോകുന്നുണ്ട്. പിന്നെ കളിയിൽ നമ്മൾ കളിക്കണതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ പറ്റുവാണെങ്കിൽ ലൈക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ അപ്പോഴാണ് ഗൈസ് എബ്രു പറഞ്ഞ് എനിക്ക് ഫൂട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ടോക്കൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മേളിൽ ഫൈറ്റ് നടക്കണ പോലെ എനിക്ക് തോന്നിയത്. നേരെ കയറിച്ചെന്ന് അവനെ കുത്തിപ്പിടിക്കാൻ വേണ്ടി പോണേന്ന് ഇതേ വന്നേക്കണം. കുത്തിപ്പിടിച്ചിട്ടപ്പോൾ തന്നെ വീണ്ടും അവൻ എൻ്റെ കില്ല് ഉമ്മിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അങ്ങ് നോക്കിക്കുമ്പോഴാണ് ഞാൻ അവിടെ വീണ്ടും ടോക്കൺ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വേഗം ഒരു മെഡടിച്ച് നേരെ അങ്ങോട്ട് ഓടണേണ് ഗൈസ്. അപ്പോൾ ഇത് എബ്രു പറഞ്ഞ എനിക്ക് വീണ്ടും ഫൂട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ എവിടെയാണ് എനിമി? ഇതേ എബ്രു അല്ലേ അത് ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിമിയാണ്. അങ്ങനെ ഞാൻ ആ എനിമീനടിച്ചപ്പോൾ സാൻഡീനിട്ട് താഴത്തോട്ട് ആടി. അങ്ങനെ അവനെ നോക്കി അങ്ങനെ രണ്ടും കൂടി താഴത്തോട്ട് ഇറങ്ങാൻ നിൽക്കണേന്ന്. പക്ഷെ അവൻ കണ്ടം വഴി ഓടിയിട്ടുണ്ടായി ഗൈസ്. അങ്ങനെ അങ്ങ് നോക്കി നിന്നപ്പോഴാണ് അവിടെ തന്നെ റിവൈവ് ചെയ്യണം കണ്ടത്. നേരെ അങ്ങോട്ട് കയറി ചെന്ന് അവൻ അടിക്കാൻ വേണ്ടി നിൽക്കണേന്ന് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ണക്കോട്ട് കയറാൻ വേണ്ടി ഇരിക്കണേന്ന് കാണാൻ ചുറ്റിയും കൂടായിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ ബ്രോ അതൊന്നും തീർത്തു, ആ കില്ലും തീർത്തു. വെറുതെ ചമ്മിപ്പോയി ഗൈസ്. അങ്ങനെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണേണ്. അവിടെ കുറേ എനിമിയുള്ളല്ലെങ്കിൽ ഞാൻ മാപ്പിൽ കണ്ട്. അപ്പോൾ ഈ ഡ്രോൺ ഉള്ള കാരണം നമുക്ക് അവിടെ എനിമിയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കണേന്ന്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ചാർജ് ലൂട്ട് കണ്ടത്. ഞാൻ ഈ ചാർജ് ലൂട്ട് എടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ വന്ന് നിന്നത്. എന്നിട്ട് ചാർജ് ലൂട്ട് എടുക്കണതിൻ്റെ ഇടയിൽ അവിടെ എനിമീനെ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് റഷ് ചെയ്ത് അങ്ങോട്ട് കയറിയതാണ് ഗൈസ്. ഞാനിവിടെ നോക്കുമ്പോൾ മേളിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കണ്ടം വഴി ഓട്ടുന്നു. അപ്പോൾ ഒരു സ്പൈഡർമാനാണ് അങ്ങോട്ട് അവന് കയറിച്ചെന്ന്. അപ്പം ഗൈസ്, അപ്പം നേരത്തെ ആ ചാടിയാനെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കണേണ് ഗൈസ്. അടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ആ എബ്രു നമ്മുടെ ആ കില്ലും അടിച്ചു മാറ്റി ഗൈസ്. ഞാൻ അടിക്കണതിന് മുന്നേ അവൻ അടിച്ചു ഗൈസ്. എന്താ പറയാനാ, ഞാൻ ഇപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് വയ്യ ഗൈസ്. പിന്നെ നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞാൽ ഈ വീട്ടിൽ എനിമി ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ എബ്രുക്ക് ഫൂട്ടുണ്ട്, എനിക്ക് ഫൂട്ടുണ്ട്. എബ്രു പറഞ്ഞാൽ എനിക്ക് ഫൂട്ടുണ്ട്, ഞാൻ പറഞ്ഞ അവനാണ് ഫൂട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കണേണ് ഗൈസ്. എന്നിട്ട് ഞങ്ങളിവിടെ ചുറ്റി കറങ്ങിയൊക്കെ നോക്കി, പക്ഷെ എനിമീനൊന്നും കാണാനില്ല. ഞാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് താഴത്തോട്ട് ഇറങ്ങി അങ്ങോട്ട് നോക്കാൻ പോണേണ്. പിന്നല്ല, നേരെ കയറി നോക്കി ആരെയും കണ്ടില്ല. അങ്ങനെ ഗൈസ് നമ്മളിത് അതിൻ്റെ മണ്ടക്കെന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ മണ്ടക്ക് എനിമി ഉണ്ടെന്ന്. ഇത് ഏത് കാട്ടിലാണ് എനിമി? എനിക്ക് ഫോട്ടോ ഉണ്ടെന്നാണ് ഇതേ നിൽക്കണം എനിമി. അപ്പം ഞാൻ സ്കാർ എടുത്ത് അടിച്ചു, പക്ഷെ അവനൊന്നും കൊള്ളണില്ല ഗൈസ്. ഇതെന്ത് മറവ് വല്ലതും ഉണ്ട്? അവനെന്നെ കണ്ട് ഗൈസ്, അത് പാളി. ഞാൻ ഇപ്പോൾ ഗ്ലൂ വാളിട്ട് എന്നിട്ട് വേഗം മെഡടിക്കാൻ നോക്കണേന്ന്. അവൻ്റെ ഗ്ലൂ വാളും പൊട്ടിച്ചു തന്നെ. പക്ഷെ എൻ്റെ പൊന്നി ട്രോക്കണിന് കുത്തിപ്പിടി ഞാൻ കാണിച്ചു തരാടാ. എൻ്റെ പൊന്നി എന്നെക്കാട്ടും കുത്തിപ്പിടി.
അങ്ങനെ എന്നെ അവൻ അടിച്ചിട്ട് അപ്പം എബ്രു ഇതേ അങ്ങോട്ട് കയറിച്ചല്ലാന്ന് പറഞ്ഞ് എബ്രു ഇതേ കയറി തന്നെയാണ് ഗൈസ്. ഇനി എന്താന്ന് നോക്കട്ടെ. എബ്രു ഇതേ മുട്ടം വെച്ച് ചാടി കയറി വന്നതും അവനെ എബ്രുവിനെ കുത്തി പിടിച്ചിട്ട് ഗൈസ്. അപ്പം അടുത്ത കളി കാണാം. ബൈ.